പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ ആവർത്തനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മുടെ SSLC പരീക്ഷയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കൂടുതലും കുട്ടികൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കണമെന്നാണ് SSCRTയോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പഠിക്കാൻ തീരെ ബുദ്ധിമുട്ടുള്ളവർ ചില കുട്ടികൾ എനിക്കറിയാം. ഈ പ്രോബ്ലം സെക്ഷന് അവർ എത്ര പഠിച്ചാലും എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്, വളരെ അപൂർവം. അങ്ങനെയുള്ള കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതാരും നെഗറ്റീവ് മൈൻഡിൽ എടുക്കരുത്. ഓക്കെ, നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണുക. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ടെക്സ്റ്റ് ബുക്കും ഒന്ന് അടുത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആണോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെയായി 6 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം 16 സെന്റിമീറ്റർ അകലത്തിൽ ലഭിച്ചു. പ്രതിബിംബത്തിന്റെ ഉയരം, ആവർത്തനം എന്നിവ കണ്ടെത്തുക. വസ്തുവിലേക്കുള്ള ദൂരം u അല്ലേ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം v. കോൺകേവ് ദർപ്പണമായതിനാൽ നോക്കുക, 10 സെന്റിമീറ്റർ അകലെയായി വസ്തു വെച്ചപ്പോൾ 6 സെന്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം. അപ്പം യഥാർത്ഥ പ്രതിബിംബം ആയതുകൊണ്ടാണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം മൈനസ് കൊടുത്തത് കേട്ടോ. ഓക്കെ, എവിടെയാണ് പ്രതിബിംബം രൂപപ്പെട്ടത്? അപ്പം ഇവിടെ വസ്തുവിന്റെ അതേ സ്ഥാനം എന്നല്ല, വസ്തുവിന്റെ അതേ സൈഡ്, അതായത് ഇടതുവശത്ത് തന്നെയാണ് പ്രതിബിംബം രൂപപ്പെട്ടത്. യഥാർത്ഥ പ്രതിബിംബം തലകീഴായതാണ്. അങ്ങനെ അതിന് നെഗറ്റീവ് കൊടുത്തു. പിന്നെ വസ്തുവിന്റെ ഉയരം പോസിറ്റീവാണ്, പ്രതിബിംബത്തിലേക്കുള്ള ഉയരമാണ് കണ്ടെത്തേണ്ടത്. ആവർത്തനത്തിന്റെ സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആവർത്തനത്തിന്റെ സമവാക്യം, m - v/u കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആവർത്തനം ആദ്യം കണ്ടുപിടിക്കാം. ആവർത്തനം കണ്ടുപിടിക്കാൻ ഇവിടെ വിയുടെ സ്ഥാനത്ത് ഇതാ ഈ -vയുടെ ഈ മൈനസ് കോമൺ ആയിട്ട് എടുത്തേക്കുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് എടുത്തേക്കുവാണ് കേട്ടോ. ഇനിയും നമുക്ക് വിക്ക് -16, യുവിന് -10. ഈ മൈനസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ബ്രാക്കറ്റിന് പുറത്തിട്ടേക്കുന്നത് ഈ മൈനസ് ആണ്. ഇതാ ഞാൻ ഈ വരച്ചിട്ടേക്കുന്നത് കേട്ടോ. -16 ഡിവൈഡ് ബൈ -10, മൈനസും പ്ലസ് ആവും. പക്ഷേ ഈ മൈനസ് ഇവിടെ കിടക്കുന്ന കാരണം വീണ്ടും ഈ മൈനസ് വരും കേട്ടോ. ഈ മൈനസ് ഇവിടെ കിടക്കുന്ന കാരണമാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ -1.6 ആണ് എന്ത്, ആവർത്തനം -1.6 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. നമ്മുടെ പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. ഫോക്കൽ ദൂരം ചോദിച്ചിട്ടില്ല. ഫോക്കൽ ദൂരം ചോദിക്കുവാണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോർമുല എഴുതിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രതിബിംബത്തിന്റെ ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ ആവർത്തനം കണ്ടുപിടിച്ചു. ആവർത്തനത്തിന് hi/ho അല്ലേ, hi/ho കണ്ടുപിടിച്ചു v/u വെച്ചിട്ട് കണ്ടോ. അപ്പോൾ ആവർത്തനം m -1.6 കിട്ടി. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രതിബിംബത്തിന്റെ ഉയരമാണ്. അപ്പോൾ ഈ സമവാക്യത്തിൽ നിന്ന് നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. m/ho സമമാണ് ഏത്, hi. ഇവിടെ നിങ്ങൾ വേണേൽ /1 എന്ന് കൊടുത്തോ. അപ്പോൾ hi × 1 എന്ന് പറഞ്ഞാൽ ഏതാ, hi തന്നെ. m/ho എന്ന് പറഞ്ഞാൽ എന്താ, mho അല്ലേ. hi × 1 ഇവിടെ നമ്മൾ വെറുതെ ബൈ എന്ന് കൊടുത്തോളൂ, m/1 മനസ്സിലാകാൻ വേണ്ടിയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രതിബിംബത്തിന്റെ ഉയരം m/ho കിട്ടി. m നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു -1.6. ho എത്രയാണ്, +6 അല്ലേ. അങ്ങനെ നമുക്ക് ഇതിനെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി, -9.6. ഇതാണ് പ്രതിബിംബത്തിന്റെ ഉയരം കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആവർത്തനം കിട്ടിക്കഴിഞ്ഞാൽ, വസ്തുവിന്റെ ഉയരം കിട്ടിക്കഴിഞ്ഞാൽ പ്രതിബിംബം കാണാം. ആവർത്തനം കിട്ടി, ഇത് ആവർത്തനം ഇങ്ങനെ കിട്ടി അല്ലേ. ആവർത്തനം കിട്ടിക്കഴിഞ്ഞാൽ വസ്തുവിന്റെ ദൂരം ഉണ്ടെങ്കിൽ പ്രതിബിംബത്തിന്റെ ദൂരം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. 5 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിലായി 8 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വയ്ക്കുന്നു. പ്രതിബിംബത്തിന്റെ സ്ഥാനം, ആവർത്തനം എന്നിവ കണ്ടെത്തുക. ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് രൂപീകരണത്തിന് രേഖാചിത്രം വരയ്ക്കാൻ. ദർപ്പണത്തിന്റെ രേഖാചിത്രം വരയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. പ്രോബ്ലം അതിൽ എളുപ്പമാണ്. ഇതാ ഞാൻ പറഞ്ഞ 3 ഇക്വേഷൻ, നമ്മുടെ ദർപ്പണ സമവാക്യവുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്. അതിൽ ഈ പ്രോബ്ലം ചെയ്യാൻ ഇതാണ് ദർപ്പണ സമവാക്യം. ഇതാണ് ദർപ്പണ സമവാക്യം കേട്ടോ.
ഇത് മൂന്നും എന്താണ്? ഈ മൂന്നെണ്ണം എന്താണ്? പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏത് സമവാക്യം ഉപയോഗിക്കേണ്ടേ? ഇവിടെ ഉപയോഗിക്കേണ്ട സമവാക്യം നമ്മുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അല്ലേ? പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, അതായത് വി ആ ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുക ചെയ്തിട്ടേക്കുന്നത്. വി സമം യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താ? -8 ആണ്. എല്ലാം വസ്തുദൂരവും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫോക്കൽ ദൂരം എത്രയായിരിക്കും? കണ്ടോ, കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം നെഗറ്റീവ്, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം പോസിറ്റീവ്. അപ്പം ഞാൻ ഇതേപടി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇതാ നോക്കുക, ഓരോന്നും ഞാനിവിടെ കാണിക്കുക. യു എത്രയാണ്? -8, അത് കൊടുത്തു. എഫ് കണ്ടോ, എഫ് -5 അത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, നമ്മുടെ -5 ഡിവൈഡഡ് ബൈ -8 ഡിവൈഡ് ബൈ -5 അല്ലേ? യു മൈനസ് എഫ് അല്ലേ? അപ്പോൾ ഈ മൈനസ് ആണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? പറഞ്ഞത് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഇവിടെ ഇതാണ്. യുവിനും വിക്കും കൊടുത്ത നെഗറ്റീവാണ് ഈ നെഗറ്റീവ്. കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് കൊടുത്ത സൈനാണ് ഈ 40. നെഗറ്റീവും കൂടെ വരുമ്പോൾ ഇവിടെ പോസിറ്റീവ്, അതുകൊണ്ടാണ് ചിഹ്നം ചേർക്കാത്തത് കേട്ടോ. പോസിറ്റീവാണ് അവിടെ. അതുപോലെ -8 -5 ബലത്തിൽ ഇതെങ്ങനെയാകും? അത് മൊത്തം പ്ലസ് ആകും അല്ലേ? -(-) പ്ലസ് ആണ്. അപ്പം ഇനി എന്താ? -8 + 5 എന്ന് പറയുമ്പോൾ ഏതാ? -8 + 5 എന്ന് പറയുമ്പോൾ വലിയ ചിഹ്നം നെഗറ്റീവ്. അപ്പം ഇത് കുറയ്ക്കണം അല്ലേ? വലുതിന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പം നമുക്ക് -3 കിട്ടി. അപ്പോൾ ഉത്തരം ഇതാണ് ബി. 13.3 ആണ്. പരീക്ഷയ്ക്കൊക്കെ ഒരിക്കലും ഇങ്ങനെ ഫ്രാക്ഷൻ കിട്ടുന്ന ചോദിക്കാൻ സാധ്യതയില്ല. ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇനി എക്സാമിനാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് 2 1.5 മാർക്ക്, അരമാർക്കേ പോവുള്ളൂ ഉത്തരം എഴുതാത്തതുകൊണ്ട് കേട്ടോ. ആവർത്തനത്തിൻ്റെ സമവാക്യം നമുക്കറിയാം, -v/u ആണ്. നമുക്ക് വി കിട്ടി അല്ലേ? ഏതാ? വി നമുക്കറിയാം, കോൺകേവ് ദർപ്പണമാണ്, യഥാർത്ഥ പ്രതിബിംബമാണ് അല്ലേ? അതുകൊണ്ട് ഇതാ നമുക്ക് നെഗറ്റീവ് നിന്ന് തന്നെ കിട്ടി. ഇതാ -13 യഥാർത്ഥ പ്രതിബിംബമാണ്, നെഗറ്റീവ് കിട്ടിയതോടെ. അതുപോലെ യു നമുക്കറിയാം 8 ആണ് അല്ലേ? ചോദ്യത്തിലുണ്ടല്ലോ ഇതല്ലേ, 8 സെൻറ്റിമീറ്റർ മുന്നിലായെന്നുണ്ട്. അപ്പോൾ അത് യു ഇവിടെ എഴുതി. രണ്ടിനും നമ്മൾ കാർട്ടീഷ്യൻ ചിഹ്ന രീതി കൊടുത്തു കേട്ടോ. ഇനി ഈ മൈനസിൽ ഈ പൊതുവായിട്ടുള്ള മൈനസാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. ഈ പൊതുവായിട്ടുള്ള നെഗറ്റീവാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കുത്ത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ -13.3 ഡിവൈഡ് ബൈ 8. അപ്പോൾ അത് ആകും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഇവിടെ വേണം. അപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെ, അപ്പം നോക്കുക, ഇവിടെ നമ്മൾ എന്തും കൂടി ഇടണം? ഇവിടെ ഒരു നെഗറ്റീവിൻ്റെ കുറവും കൂടെ ഉണ്ട് കേട്ടോ, ഈ നെഗറ്റീവ്. അപ്പം -1.67. ഇതാണ് ആവർത്തനം. ആവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത്? യൂണിറ്റ് ഇല്ല കേട്ടോ. മുകളിലും സെൻറ്റിമീറ്റർ, താഴെയും സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ മുകളിലും മീറ്റർ, താഴെയും മീറ്റർ. അതുകൊണ്ട് ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇതാണ് ആവർത്തനം. ഇതാണ് നമ്മുടെ വസ്തുവിലേക്കുള്ള ദൂരം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം വരച്ച് പ്രതിബിംബം നിവർന്നതാണോ തലകീഴായതാണോ എന്ന് കണ്ടെത്തുക. ഒന്ന് വരച്ച് നോക്കാം. അപ്പം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഫോക്കസ് ദൂരം 5 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ദർപ്പണത്തിന് മുന്നിലായി 8 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ എഫിനും സിക്ക് ഇടയിലാണ് അല്ലേ? കാരണം എഫ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സി 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാവേ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കളറൊക്കെ എടുക്കട്ടെ, കളർ ഓക്കെ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ 5 സെൻറ്റിമീറ്ററായി സങ്കല്പിക്കട്ടെ. ഈ ഫോക്കൽ ദൂരം ഇതുണ്ടല്ലോ, ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഇതെത്രയാണ്? 10 സെൻറ്റിമീറ്റർ കേട്ടോ. ഈ പച്ച വരയ്ക്കുന്നത് 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഫോക്കൽ ദൂരം 5 ഉള്ളതിൻ്റെ എത്ര അകലെയായിട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8. ദർപ്പണത്തിൻ്റെ 8 സെൻറ്റിമീറ്റർ അകലെയായിട്ട് വെക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ദൂരം 5 അല്ലേ? ഈ ദൂരം 5 അല്ലേ? അപ്പോൾ ഏകദേശം ഈ 5 ൽ നിന്ന് 3 സെൻറ്റിമീറ്റർ, അതായത് ഇതിൻ്റെ ഇത്രയും ദൂരത്തിൽ ഇവിടെയാണ് വസ്തു വെക്കേണ്ടത്. അതായത് വസ്തു നമുക്ക് ഒരു റെഡ് കളറിൽ കാണിക്കുന്നു. സിക്കും എഫിനും ഇടയിലാണ് വസ്തു വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ വസ്തു വെച്ചു. വസ്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആരോ മാർക്ക് ഇട്ട് ഇത് വസ്തുവാണെന്ന് തെളിയിക്കുക കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ പ്രതിബിംബ രൂപീകരണം സിക്കും എഫിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം സിക്ക് അപ്പുറമായിരിക്കും. അതിന് നമ്മുടെ നിയമങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പച്ച നിറത്തിലുള്ളതാണ് പതനരശ്മി. സമാന്തരമായി പോകുന്ന എന്തിന് മുഖ്യ അക്ഷത്തിന് ഏതാണ് മുഖ്യ അക്ഷം? ഇതാണ് മുഖ്യ അക്ഷം. ഈ കറുത്ത വര സിക്കൂടെ എഫിൽ കൂടെയും പി കൂടെ. ഇത് പി ആണ് കേട്ടോ, ഈ കാണുന്നത് പി ആണ്. ഓക്കെ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മി പ്രതിഫലന രശ്മി ആ നീല കളറിൽ കൊടുക്കുകയാണ്. പ്രതിഫലിച്ച് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അപ്പം പതനരശ്മി പച്ച, പ്രതിഫലരശ്മി നീല. ഒരു പ്രതിഫലന രശ്മി കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രതിബിംബ രൂപീകരണം നടക്കത്തില്ല. പ്രതിഫലന രശ്മികൾ വേണം. 2 പ്രതിഫലന രശ്മി വേണമെന്നുണ്ടെങ്കിൽ 2 പതനരശ്മി വേണം. അപ്പോൾ രണ്ടാമത്തെ പതനരശ്മി ഞാൻ ഫോക്കസിൽ കൂടെ വരയ്ക്കുക. ആ നിയമപ്രകാരം ഫോക്കസിൽ കൂടെ വരച്ചാൽ എന്താണ്? പ്രതിപദിച്ചതിലേ പോകും. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ വരച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ കൃത്യമായിട്ട് വരച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോക്കസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അളവിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരേണ്ടതാണ് ഫോക്കസ്. കാരണം ഉണ്ടോ, ഇതാണ് ഈ സിയുടെയും പിയുടെയും നടുഭാഗത്തായിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നിങ്ങൾ അളവെടുത്ത് വരയ്ക്കുമ്പോൾ ശരിയാകും കേട്ടോ. നമുക്ക് വരയ്ക്കാം. ഓക്കെ, നീല കളറാണ് പ്രതിഫലന രശ്മി. ഓക്കെ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായത് ഫോക്കസിൽ കൂടി. ഇനി ഫോക്കസിൽ കൂടി പോകുന്നത് കണ്ടോ, ഇത്രയും മാറ്റം വരും. ഫോക്കസിൽ കൂടി പോകുന്നത് നമുക്ക് പതനരശ്മി എപ്പോഴും പച്ച കളറിൽ കൊടുക്കാം കേട്ടോ. ഫോക്കസ് ഞാൻ ഈ പച്ചയാണ്, പച്ചയിൽ കൂടെ വിടണം. ഫോക്കസിൽ കൂടി പോകുന്നത് നീല കളറാണ്. ഇനിയും പ്രതിപദിച്ച് നീലയാണ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി അല്ലേ? ഇതിന് സമാന്തരമായിട്ട്. അപ്പോൾ നമുക്ക് 2 പ്രതിഫലന രശ്മികൾ സമാന്തരമായി പോയത് ഫോക്കസിൽ കൂടി. നമ്മൾ ആദ്യം വരച്ചപ്പോൾ കിട്ടാതിരുന്നുണ്ടോ? നിങ്ങളും ഇതുപോലെ കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരയ്ക്കുക. ആ കോമ്പസ് കുത്തുന്നിടത്താണ് വക്രതാ കേന്ദ്രം. അതിൽ നിന്ന് ഈ ആർക്കിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയാണ് ഫോക്കൽ ലെങ്ത്. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് കേട്ടോ. അത് ഇങ്ങോട്ടും തുല്യമായിരിക്കണം. അത് ചെറിയ വ്യത്യാസം വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. അപ്പോൾ 2 പതനരശ്മികൾ പ്രതിഫലന രശ്മികൾ കൂട്ടിമുട്ടിയത് ഈ പോയിന്റാണ് കേട്ടോ. ഈ പോയിന്റാണ് 2 പ്രതിഫലന രശ്മികൾ കൂട്ടിമുട്ടിയത്. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതിഫലന രശ്മി കൂട്ടിമുട്ടുന്നതാണ് പ്രതിബിംബം. മുഖ്യ അക്ഷത്തിനും താഴേക്ക് കേട്ടോ. മുഖ്യ അക്ഷത്തിനും താഴേക്ക് നമ്മൾ എന്ത് ചെയ്തു? പ്രതിബിംബവും വരച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പുസ്തകത്തിലെ ചോദ്യം ഏതാണ്? രേഖാചിത്രം വരച്ച് പ്രതിബിംബം തലകീഴായതാണോ നിവർന്നാണോ എന്ന് കണ്ടെത്തുക കേട്ടോ. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കി. പ്രതിബിംബം തലകീഴായതാണ്, യഥാർത്ഥമാണ് അല്ലേ? അതുപോലെ സിക്കപ്പുറം, സിക്കും എഫിനും ഇടയിൽ വെച്ചാൽ സിക്കപ്പുറം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ വിലയിരുത്താൻ ഭാഗം ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.